ഞാനും അമ്മുവും അപ്പുവും മാളവുമായും ധ്രുവക്കുട്ടനും കൂടെ ഒരു ജാതിക്ക അല്ല എടി ജാതിക്കയുടെ വീഡിയോ അല്ല എഴുതി ജാതിക്ക പറിക്കാൻ പോകുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. 2 തരത്തിൽ ഉപ്പിലിട്ട് തിന്നും മിക്കവാറും. അപ്പം അതിനിടയ്ക്ക് കുറേ സാധനങ്ങളും ഞങ്ങൾ കാണിക്കുന്നുണ്ട്. വേണ്ട കാലിൻ്റെ അടിയിലൊന്നും ആ സാധനം ഉണ്ടാകത്തില്ല. ആ സൈഡിലാണ് ഒരു സാധനം നമ്മൾ കണ്ടത്. എവിടുന്നാ ക്യാമറ ഒരു കോട എടുത്തോണ്ടോ അടി ഒരു കോട എടുത്തോണ്ടോ. നല്ല വെയിലാ. നിങ്ങളുടെ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞിട്ട് കൊടയൊന്നും കിട്ടിയില്ല മുളി. ഓൻ്റെ കൊടയായിട്ട് പോണു. എടി ഞങ്ങൾക്കൊക്കെ വരണടി. എടി പൊട്ടി അവിടെ നല്ല വെയിലല്ലേ. നമുക്ക് ഒരു കുടയും കൂടെ എടുക്കാം. അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കുവാന്ന് പറഞ്ഞ് ഞാൻ അവനെ കബളിപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന മാതിരി വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ. ധ്രുവക്കുട്ടാ ഫോട്ടോ ഫോട്ടോ ഇങ്ങനെ നോക്ക്. ക്ലിക്ക് ക്ലിക്ക്. ഹലോ ഫ്രണ്ട്സ്, അപ്പം അവിടെ ഉണ്ട് ഒരു വെള്ളം എടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. നമുക്ക് കുട ഒരെണ്ണം ഉള്ളു കേട്ടോ. അപ്പം ഇത്തിരി ചെരുപ്പ് വന്നേക്കുന്നു. എടി അമ്മു എടി അമ്മു കുട കിട്ടിയോ? കുടയൊന്നും കിട്ടിയിട്ടില്ല. കുട തപ്പാൻ പോയ ആളാണ് വന്നതും കൈ വീശി. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് അവനെ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ കബളിപ്പിച്ചിടി. നല്ല കാണിച്ചേ പോസ് കാണിച്ചേ. ഇവരൊന്ന് കാണിച്ചേ. അവനെ കണ്ടിരിക്കാം. എടാ ധ്രുവേ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുക്കുക. നിന്നെ എടുക്കണേ. നിക്ക ബാ ഞാനും കൂടെ നിൽക്കാം. അയ്യോ അമ്മു എവിടെയും പോവല്ലേ. അമ്മു എവിടെയും പോവില്ല. അമ്മു കോട പോവാ. നീ ഫോട്ടോ എടുക്കുന്നേ. അവിടെ ഇങ്ങോട്ട് വരുന്നു. എന്റെ അമ്മ വരുന്നുണ്ടേ. ബാ നമുക്ക് അമ്മയുടെ ധൈര്യത്തിൽ പോയി കാണിച്ചു തരാം. ബാ എനിക്കറിയത്തില്ലടി. നല്ല തണലുണ്ട് ഇപ്പം. വാടി നമുക്ക് അതൊക്കെ പറിക്കണ്ടേ. അത് അമ്മൂമ്മ അല്ലടാ. നമുക്ക് സാധനം പറിക്കണ്ടേ. ഗൈസ് ഇതാണ് ഞാൻ പാമ്പും പുറത്ത് വേറെ എവിടെ ഉണ്ടായിരുന്നല്ലോ ഞാൻ കണ്ടേ. ഇവിടെയല്ല കേട്ടോ, അവിടെയാണേ. അപ്പം ഞാൻ അവർ രണ്ടുപേരും കൂടെ വലിച്ച് ഞാൻ അതുവരെ വലിച്ചെത്തുന്നു. ഗൈസ് അവിടെ ചാരയ്ക്ക് വീണു കേട്ടോ. അതൊക്കെ മറ്റേ സാധനം ഉപ്പിലിട്ട് കഴിക്കാവേ. ചിജയല്ല. ഇവനെ നീ പിടിച്ചോ. ഇവനെ ഞാൻ പിടിച്ചോളാം. വാടാ വീഡിയോ നീ എടുത്തോ. അതിനിടയ്ക്ക് ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ എടുത്തോണം. പക്ഷെ പാമ്പാണെങ്കിൽ ഇന്നൊന്നും പറഞ്ഞിട്ടില്ല. കാണുമെന്ന് തോന്നുന്നില്ല. പുല്ലുകൊണ്ട് തെളിച്ചിരിക്കുന്നുണ്ട്. എന്നെ പൊന്നപ്പൂ നീ എന്ത് താഴെക്കൊണ്ടിരിക്കും. കിട്ടി സൂക്ഷിക്കണേ. അവള് നല്ലൊരു പഴം കഴിക്കണം. ഇവിടെ ഇരുന്ന് വീട് പിടിക്കുന്ന എന്നെ സമ്മതിക്കുന്നു. കിട്ടിയിരിക്കുന്നു. സാധനം കിട്ടിയിരിക്കുന്നു. ജാതിക കിട്ടി. അങ്ങനെ ഇതാണ് നമ്മളെ നല്ല ഭംഗിയുള്ള മധുരം. ഇതാണ് കേട്ടോ. തലതെറിച്ചവർ എന്താ അതുപോലെ തന്നെ ഇത് കാട് വെട്ടിക്കൊണ്ട് ഇപ്പൊ ക്രിസ്മസ് ട്രീ വരെ വെട്ടിയേക്കാണ്. ഇവിടെ സൂക്ഷിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ സംഭവം അതിനകത്തൊന്നുമില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിച്ചതാണ്. ഇവിടെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ടി ഇടിച്ചിട്ട് രണ്ട് തട്ടിക്കുന്നു. അവിടെ എല്ലാം ഉണ്ട്. നമുക്ക് തോണി എത്തില്ല.
പറയാം. എവിടെ അപ്പം ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇവിടെ പാമ്പുണ്ടെന്നാണ് ഉടുത്തി പറയുന്നത്. പാമ്പ് പോത്തുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പാമ്പ് പോത്ത് നിങ്ങൾക്ക് വെള്ളം കാണണ്ടേ കുളത്തിൽ? എടി സൂക്ഷിക്കണം. പാറയുടെ അത്ര ഉണ്ടായിരുന്ന വെള്ളം ഇപ്പൊ കണ്ടില്ലേ എത്രയാണ്? ഇറക്കടി ഇറക്ക്. അപ്പോ ആ കമ്പ് എന്റെ തൊണ്ടിലേക്കാണ് ഇങ്ങനെ. ഒരു ദുഷ്ടത്തെ നിന്നെ കെട്ടിക്കാൻ ഇപ്പൊ തട. എന്റെ ഗൈസ് ഇവിടെയാണ് എന്റെ പോയത്. അവള് കമ്പം പിടിച്ചുകൊണ്ട് ജാതിക്ക പറിക്കാൻ വേണ്ടി ചെയ്തു. എന്നിട്ട് കുളം കാണിക്കാന്ന് പറഞ്ഞിട്ട് വന്നു. ഞാൻ അങ്ങോട്ട് പോയി കുളം കാണുന്നതിന് മുമ്പ് തന്നെ എന്റെ ഇവിടേക്ക് ഇട്ട് ഒറ്റയിട്ട്. എന്തുവാ എനിക്ക് ഞാൻ കണ്ടത്? ഞാൻ കണ്ടതടി. ഇവിടെ ഒരു കുഴി. ഇത് പാമ്പും പൊത്ത് ഞാൻ പറഞ്ഞ അവിടെ ഉണ്ടേ പാമ്പും പൊത്ത്. നീ പോയി കാണിച്ചു. എനിക്ക് ധൈര്യം. ഓക്കെ ഗൈസ്, ഞാൻ നല്ല കാണിച്ചു തരാൻ പോണേ. ശരി, എന്നോട് തുണി പറിക്കുന്നു. കുഴി ഒന്നും കാണാതെ പോയി നിൽക്കുന്ന അവള്. അമ്മൂനോട് പറയാം. അങ്ങനെ ഞങ്ങൾ ഒരു ജാതിക്ക പറിച്ചിട്ടുള്ളൂ ഗൈസ്. ജാതിക്ക ഒന്നും കൂടെ പറിക്കടി. കൊച്ചു സാധനം ജാതിക്ക പറിക്കും. കഴിക്കാനാണോ? ഒന്നും കൂടെ പറിക്കും. കഴിക്കാനോ? നിനക്ക് കഴിക്കാനാ. അങ്ങനെ ഇവർക്ക് കഴിക്കുന്ന ജാതിക്ക കഴിക്കാനുള്ള ഇവർ തന്നെ കഷ്ടപ്പെട്ട് പറിച്ചിട്ട് ഇവർ തന്നെ കഴിക്കാൻ പോവാണേ. അപ്പോൾ കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടാം. ഈ കുട്ടി സാധനം കഴിക്കുന്ന ദൈവത്തിനറിയാം. അപ്പു ആണ്ട പൂവാണ്. അപ്പു റെഡി. ഒരു അത് ചവിട്ടി പൊട്ടിച്ച് കളഞ്ഞേക്കരുത് കേട്ടോ. ഇത് ഞങ്ങളുടെ പൂന്തോട്ടമാണ്. അപ്പം ഇവിടെ പറിക്കുവാണ്. വേണ്ട അപ്പു. അപ്പു നീ പോവാണോടി? പോവല്ലേ. ഇത് അവിടെ ഒരു ചക്രം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുത്തി ആരോ ഇട്ട് വെച്ചു ഞാന്ന് പറഞ്ഞോണ്ട് ഇവിടെ നിന്ന്. ഈ ഒരെണ്ണം കൂടെ പറിച്ചിട്ട് നീ കഴിച്ച്. ആ കമ്പുങ്ങാനും ഉണ്ട് തറക്കിട്ടിട്ട് കഴിഞ്ഞ് ഞാൻ നിന്നെ കാണിച്ചു കേട്ടോ. വേണ്ടേ, അവർ കഴിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. വാ നമുക്കപ്പം പോയിട്ട് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നും കൂടെ കാണിക്കാം നിങ്ങളെ. ഓക്കെ, എവിടെയാണ് ഞണ്ട് ചത്ത് കിടക്കുന്ന? ഇതിലേ കൂടെ പോവാണെങ്കിൽ ഇതുവഴി പോരെ. ആ സാധനം ഇനി അങ്ങോട്ട് കേറി വരണ്ടേ? ഇതാ ഇവിടുന്ന് കാണിക്കാം. ഇറങ്ങി പോരെ. ആണോ? അമ്മു എന്തിനാടി? അമ്മു ചെല്ലടി. ഞാൻ ചെല്ല. അതിനായിരുന്നു അമ്മ വിളിച്ചത്. നീ എന്നാ പറഞ്ഞു? ഞാൻ വരുന്നില്ല. എടി, ഈ ലോകത്തിലുള്ള എല്ലാവരും കൂടെ മഞ്ഞ് മേടിച്ചോണ്ട് വരണേ. മഞ്ച് പറഞ്ഞത് മറപ്പ്. നീ ചുമ്മാ നടക്കുക. ഈ സാധനം പിടിച്ചു. ഇതെന്തിനാ? അവിടെ തോട്ട് കൊണ്ട് പിടിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കിയും കൂടെ നമുക്ക് കാണിക്കണ്ടേ? താഴെ കിട്ടു. എടുക്കടി. അവിടെ കിടക്കുന്ന വേറെ പറിക്കാം. ഞണ്ടിനെ കിടന്ന് ഞങ്ങൾ ഒരു വിലാസമാണ് വന്നത്. അമ്മ ഇരിക്കുന്ന ഞണ്ടിൻ്റെ അവിടെയാണോ ദൈവത്തിന് മാത്രം സത്യം. എൻ്റെ അമ്മയാണ് അവിടെ ഇരിപ്പുണ്ട്. എനിക്കറിയാൻ മേലെ കേട്ടോ. അത് പാർട്ടി വെച്ചിരിക്കുന്ന അവിടെ ഞണ്ടല്ലോ ഉള്ളതല്ലേ.
ചത്തു കിടക്കുന്നുണ്ട്. ഭഗവതി, അമ്മ അത് കുറച്ച് അമ്മ അതിൻ്റെ അകലിയ നിന്നത്. പക്ഷെ അതിൻ്റെ കാലുകാലുമേ ഇതിപ്പോ ഇവിടെ വെള്ളം കയറിയില്ല. നീ വേറെ പറിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ട് ചതച്ചതൊക്കെ ഓർമ്മയുണ്ടോ? അന്നത്തെ പോലെ തെന്നി വീണേക്കരുത് പറഞ്ഞേക്കാം. ഇവിടെ കാശടി അന്ന് തെന്നി വീണതുപോലെ വീണേക്കരുത്. അവിടെ നിറയെ വെള്ളം ഉണ്ടായിരുന്നേ ഗൈസ്, അവിടെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. അന്നേരം അപ്പു ആണ് ഞങ്ങളെ അപ്പു എന്തോ ഒന്നതിന് വേണ്ടി ഓടിയത്, അവിടെ തെന്നി അടിച്ചു പോയി. കുറേ അത് മതി, നിങ്ങൾക്ക് കഴിക്കാനല്ലേ. അപ്പുവാണ് കുക്കിങ് ചെയ്യുന്ന ആള്. വേണമേ വാ, ആദ്യ വാ.